വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പല്ലൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറേ നാൾക്ക് ശേഷം ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ചയാണ്, എനിക്ക് ഡ്യൂട്ടി ഉള്ള ദിവസമാണ്. അപ്പോൾ ഡേ ഇൻ ലൈഫ് ഇങ്ങനെ എടുത്തിട്ട് ഇപ്പോൾ കുറേ ആയല്ലോ. അപ്പോൾ ഒരു ഡേ ഇൻ ലൈഫ് അങ്ങ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് സൺഡേ ഡ്യൂട്ടി 8 മണി കഴിയുമ്പോൾ കയറണം. അപ്പോൾ ഇപ്പോൾ സമയമാണ് 6:30 ആയിട്ടുണ്ട് കേട്ടോ. നേരം വെളുത്ത് തന്നെ ഉള്ളൂ. തെച്ചുട്ടി അല്ലുവാവ എഴുന്നേൽക്കുന്ന സമയം എന്ന് വെച്ചാൽ ഏകദേശം 7:30 ആട്ടാ. അപ്പോൾ അതിന് മുന്നേ എനിക്ക് അവരുടെ കാര്യങ്ങളും പിന്നെ രാവിലത്തെ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കണം. ഹലോ, അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോവാണ്. ഞാൻ എപ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ പറ്റിയ ആൾക്കാർക്ക് പറ്റിയ സ്കിൻ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഹെയറിൽ പറ്റിയ പ്രൊഡക്ട്സ് ഒക്കെയാണ് ഞാൻ എപ്പോഴും പരിചയപ്പെടുത്താറല്ലേ. ഇന്നൊരു ചേഞ്ചിനായിട്ട് ഞാൻ ബേബി പ്രൊഡക്ട്സാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഒരു അമ്മ എന്ന നിലയിൽ നമുക്ക് ഒരുപാട് കാര്യത്തിൽ കൺസേൺ ഉണ്ടാവും. പിള്ളേരുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കൺസേൺ ഒരു പക്ഷേ വരുന്ന അവരുടെ സ്കിന്നിനെ പറ്റിയിട്ടായിരിക്കും അല്ലേ. കാര്യം ഏത് ടൈപ്പ് പ്രൊഡക്റ്റ് ആയിരിക്കും അവർക്ക് സ്യൂട്ട് ആവുക എന്നൊക്കെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ കുഞ്ഞുങ്ങളുടെ സ്കിൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റും അതുപോലെ തന്നെ സേഫ് ആയിട്ടുള്ള പ്രൊഡക്റ്റും നാച്ചുറൽ ആയിട്ട് പ്രൊഡക്റ്റുകൾ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന 2 പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം എന്ന് വെച്ചാൽ മാമാ എർത്തിൻ്റെ റിച്ച് മോയ്സ്ചറൈസിങ് ബേബി ക്രീമാണ്. ഇത് ഡ്രൈ സ്കിന്നാണ് മെയിനായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് വെച്ചാൽ മാമാ എർത്തിൻ്റെ ബാത്തിങ് സോപ്പാണ്, ബേബീസ് ബാത്തിങ് സോപ്പ്. അപ്പോൾ ഇത് മെയിനായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളത് ഇൻഫൻസിനാണ്. അപ്പോൾ അവരുടെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് അല്ലേ. അപ്പോൾ അവർക്കെല്ലാം തന്നെ ഈ ഒരു സോപ്പ് യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മാമാ എർത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 2 പ്രൊഡക്റ്റുകൾ. മാമാ എർത്തിൻ്റെ റിച്ച് മോയ്സ്ചറൈസിങ് ക്രീമും അതുപോലെ തന്നെ മാമാ എർത്തിൻ്റെ ബേബി ബാത്തിങ് സോപ്പുമാണ്. അപ്പോൾ ഈ ഒരു റിച്ച് മോയ്സ്ചറൈസിങ് ക്രീമിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ആൽമണ്ട് ഓയിലും ഷിയ ബട്ടറും ആണ് കേട്ടോ. കൂടാതെ മാമാ എർത്തിൻ്റെ ഈ റിച്ച് മോയ്സ്ചറൈസിങ് ക്രീം വളരെ ടോക്സിൻ ഫ്രീ ആണ്. അത് കൂടാണ്ട് തന്നെ മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ്. കാരണം നമ്മുടെ ബേബീസിൻ്റെയൊക്കെ ജനറൽ സ്കിന്നിൽ അപ്ലൈ ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ അത്രയ്ക്കും സേഫ് ആയിട്ടും സർട്ടിഫൈഡ് ആയിട്ടാണ് ഈ പ്രൊഡക്റ്റൊക്കെ അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ 24 hours മോയ്സ്ചറൈസേഷൻ ആണ് ബേബീസിന് ലഭിക്കുന്നത്. കൂടാതെ ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡാണ്. അപ്പോൾ 6 months ആയപ്പോൾ എല്ലാ ബേബീസിന് ക്രീം അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി വെച്ചാൽ വളരെ സ്മൂത്ത് ആണ്. നല്ല രീതി തന്നെ ബേബീസിൻ്റെ ഫേസിൽ സൂട്ടായി പോകുന്നതാണ്. സോ നെക്സ്റ്റ് ആയിട്ട് മാമാ എർത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് മാമാ എർത്തിൻ്റെ മോയ്സ്ചറൈസിങ് ബാത്തിങ് ബാർ ഫോർ ബേബീസ്. അപ്പോൾ ഇതും 6 months ആയപ്പോൾ എല്ലാ ബേബീസിനും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഗോട്ട് മിൽക്ക് ഉണ്ട്, ഓട്ട് മിൽക്ക് ഉണ്ട്, ഷിയ ബട്ടർ ആണ്. അതുപോലെ തന്നെ ടോക്സിൻ ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്. ഇതിൻ്റെ pH വരുന്നത് 5.5 ആണ് ആൻഡ് ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡുമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബേബീസിൻ്റെ വെറ്റ് ബോഡിയിലോട്ട് ഈ ഒരു സോപ്പ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ്നെസ് അവരുടെ ഫേസിൽ ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ കുളി കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ മാമാ എർത്തിൻ്റെ റിച്ച് മോയ്സ്ചറൈസിങ് ക്രീമും കൂടെ അവരുടെ ഫേസിലും ബോഡിയിലൊക്കെ ആയിട്ട് ഈ കാണുന്ന പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ശരിക്കും അവരുടെ ബോഡിക്ക് 24 hours മോയ്സ്ചറൈസേഷൻ അതുപോലെ തന്നെ നറിഷ്മെൻറ്റും ഈ ഒരു സോപ്പിൻ്റെ അതുപോലെ ക്രീമിൻ്റെ ഒക്കെ ആപ്ലിക്കേഷൻ ത്രൂ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 പ്രൊഡക്ട്സ് നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ. സോ മാമാ എർത്തിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും ഫ്രീ ഫ്രം ഹാർംഫുൾ കെമിക്കൽസ് അതുപോലെ തന്നെ നാച്ചുറലുമാണ്. കൂടാതെ തന്നെ നിങ്ങൾ മാമാ എർത്ത് പർച്ചേസ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ഓർഡർ അവർ പ്ലാൻ ചെയ്തൊരു ട്രീയിലെ വെബ്സൈറ്റിലേക്ക് ലിങ്ക് ചെയ്യുന്നതാണ്. ഇതിൻ്റെ കറക്റ്റ് എക്സാക്ട് ജിയോ ലൊക്കേഷനും സ്പീഷീസും പിക്ചറും ഒക്കെ അവർ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതുമാണ്. അതുപോലെ തന്നെ മാമാ എർത്തിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും മാമാ എർത്ത് ആപ്പിൽ, മാമാ എർത്ത് വെബ്സൈറ്റിലും, പർപ്പിളിലും, നൈക്കിയിലും, ഫ്ലിപ്കാർട്ടിലും, ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ്. അത് കൂടാണ്ട് നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറിലും അവൈലബിൾ ആണ്. സോ നെക്സ്റ്റ് ടൈം നിങ്ങളൊരു മാമാ എർത്ത് സ്റ്റോർ സ്പോട്ട് ചെയ്യുകയാണെങ്കിൽ എന്നെ മെസ്സേജ് അയക്കാൻ വേണ്ടി അറിയിക്കാവുന്നതാണ്. സോ പല്ലവി 2023 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ആയി കിട്ടാൻ പോകുന്നത്. അപ്പോൾ എന്തിനു വായിക്കണം അല്ലേ, നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റൊക്കെ പർച്ചേസ് ചെയ്ത് അടിപൊളി ഓഫേഴ്സൊക്കെ നേടും. ബൈ. അപ്പോൾ അത് പെട്ടെന്ന് ഞാൻ ചെയ്യുക കേട്ടോ. നമ്മൾ പാല് താഴെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പാല് നമുക്കുള്ള ചായയും പിന്നെ തെച്ചൂട്ടിക്ക് അല്ലോയ്ക്കുള്ള പാലും, തെച്ചൂട്ടി ഞാൻ കുടിക്കത്തില്ല, അല്ലുക്കുഞ്ഞ് കുടിക്കും. അങ്ങനെ പാലും ഒക്കെ എടുത്തിട്ടുണ്ട്. അല്ലോ ബൂസ്റ്റിട്ടൊക്കെ കുടിക്കുന്ന പാല്. അങ്ങനെ അതൊക്കെ ഇതേ ചെയ്ത് വെച്ചു. പിന്നെ രാവിലെ ചപ്പാത്തി നമ്മൾ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായി. ഉരുളക്കിഴങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റാക്കുവാണ് കേട്ടോ. ഞാനൊന്ന് പകുതി ചെയ്ത് വരുമ്പോഴേക്കും 2 എഴുന്നേറ്റ് വരും. പിന്നെ ഒന്നും നടക്കില്ല. പിന്നെ ബാക്കിയൊക്കെ അമ്മച്ചായിരിക്കും ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണ കാര്യം. ഞാൻ പിന്നെ അവരെ പിടിച്ചുകൊണ്ട് വയ്ക്കാനേ പറ്റുള്ളൂ. അങ്ങനത്തെ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതേ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചായയും കൂടെ വെച്ച ഉരുളക്കിഴങ്ങ് ഒന്ന് ജസ്റ്റ് അടുപ്പത്ത് വെച്ചപ്പോഴേക്കും നമ്മുടെ തെച്ചൂട്ടി എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഈ 7:30 കഴിഞ്ഞു. നേരത്തെ എഴുന്നേറ്റു. ഞായറാഴ്ച പേട്ടയ്ക്ക് കിടക്കാൻ പോലും പറ്റിയില്ല. അവളെ കൂടി എഴുന്നേറ്റ് പോരേണ്ടി വന്നു. അവളവിടെ കിടത്തി കഴിഞ്ഞാൽ പിന്നെ അല്ലുക്കുഞ്ഞും കൂടി എഴുന്നേക്കും. പക്ഷെ അവനും പെട്ടെന്ന് എഴുന്നേറ്റു. സാധാരണ ഞായറാഴ്ചയൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ നേരം ഉറങ്ങണമുണ്ടോ. ഇന്ന് 2 പേരും ഞായറാഴ്ച ആയിരുന്നു നേരത്തെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഫുഡൊക്കെ കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അല്ലോ പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ തോളി കിടക്കും. കുറച്ച് നേരം ഇങ്ങനെ കൊഞ്ചി കുറേ നേരം നമ്മുടെ തോളി കിടന്നിട്ടൊക്കെ എഴുന്നേക്കുള്ളൂ. പിന്നെ ഞാൻ പല്ല് തേപ്പിച്ച് ഒന്ന് സെറ്റാക്കി ഇരുത്താൻ ഒരു 10-15 മിനിറ്റ് എടുക്കണം അല്ലെങ്കിൽ പിന്നെ സെറ്റ് ആവാനായിട്ട്. വെച്ചോട്ട് പിന്നെ ആ സമയം കൊണ്ട് കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവൾ പിന്നെ എഴുന്നേറ്റ് ഞാൻ കുഴപ്പമൊന്നുമില്ല, TV ഒക്കെ വെച്ച് കൊടുത്ത് അങ്ങ് കളിച്ചങ്ങ് ഇരുന്നോളും. അപ്പോൾ അല്ലിക്കും ഇങ്ങനെ പല്ല് തേപ്പിക്കുന്ന കാര്യമാണ് കാണുന്നത്. വെച്ചോട്ട് പല്ലിയൊക്കെ ആയില്ല കേട്ടോ. പക്ഷേ ഇവൻ തേക്കുന്ന കണ്ടിട്ടേ അവൾക്കും വേണമെന്ന് പറയും. അപ്പം ബ്രഷും കൂടെ അങ്ങ് എടുത്ത് കൊടുക്കും ചുമ്മാ. അപ്പോൾ ഇത് 2 പേരും എഴുന്നേറ്റ പാട് ഇത്തിരി അലമ്പൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഓർത്തു ഫുഡ് കൊടുത്തിട്ട് പോകുന്ന വിചാരിച്ചു. അപ്പോൾ ഞാൻ ആ സമയം തന്നെ അല്ലിക്കുഞ്ഞിന് കൊടുക്കാനുള്ളതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ എന്താ വെച്ചാൽ ഉണ്ടാക്കണം അതവന് കൊടുക്കും കേട്ടോ. ഇപ്പോൾ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് കുറച്ചായിട്ട്. അല്ലെങ്കിൽ തീരെ കഴിക്കില്ലായിരുന്നു. വെച്ചോട്ട് പിന്നെ അമൃതം പൊടി എപ്പോഴും കൊടുക്കാം.
നാരേതാണ്ട് നാക്കിലായിരുന്നു. ഹായ് എന്നാ കുഞ്ഞാ എഞ്ഞോ അടുക്കലേ പഞ്ഞിരിക്കണേ. ബൂസ്റ്റ് മിൽക്ക് വേണോ? ബൂസ്റ്റ് മിൽക്ക് എന്നാ മുടി വെട്ടണ്ടേ? ആ എടുക്കാം. എടുക്കാടി എടുക്കാടിയേ. ഇങ്ങോട്ടോ തരാം. ബൂസ്റ്റ് മിൽക്ക് ഇട്ട് തരാം കേട്ടോ കുഞ്ഞിന്. അടക്കിന് പോണില്ലേ? ആ തൂത്ത പല്ല് തേപ്പും പാലുകൂടി ഒരുമിച്ചാണോ? പല്ല് തേക്കണേ പാലുകൂടി ഒരുമിച്ചാണോ? അപ്പം ഞാൻ റെഡി ആവട്ടെ. ചേട്ടി വാ വാ. ദേഷ്യാണ്. എടുത്തപ്പോ സമാധാനമായിരുന്നു എനിക്ക്. ചേട്ടി കൈ കഴുകിയില്ലോ നമ്മള്. കയ്യാൽ ഇച്ചിരി കുറുക്ക് വീണേ, അത് കഴുകി കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അല്ലുവാവിക്ക് കൊടുത്തോണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഏട്ടാ തെച്ചുട്ടിക്കുള്ളത് അമൃതം പൊടി നമുക്ക് ആ ഒരു ട്യൂബ് ഉണ്ടല്ലോ, ട്യൂബ് പോലത്തെ ബോട്ടിൽ ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് വിട്ടുന്നത്. അപ്പോൾ അതിലടുത്ത് തെച്ചുട്ടിക്ക് അമൃതം പൊടിയൊക്കെ കൊടുക്കുക. അത് കൊടുത്തു ഞങ്ങൾ ഫുള്ള് നിലത്തൊന്നും ആക്കാണ്ടാൻ കഴിച്ചോളും. പ്ലേറ്റിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് നിലത്ത് വീണ് കൊള്ളാം. അങ്ങനെ ഏട്ടായി അമൃതം പൊടി കൊടുക്കണം. വലിയ താല്പര്യമൊന്നുമില്ല അവൾക്കല്ലാണ്ട് നമ്മൾ കഴിക്കണമൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ എന്നാലും ഒത്തിരി കഴിക്കില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഓഫീസിലെത്തി. ഞാൻ ഓഫീസ് എന്ന് പറയുന്നുണ്ട്. കുറേ പേര് ചോദിച്ചു എന്ത് ഓഫീസ് എന്ന് പറയണത്. ലാബിലെത്തി. ഇനി അങ്ങോട്ട് തിരക്കായിരിക്കും. ഉച്ചവരെ നല്ല തിരക്കാണ്ട. പിന്നെയാണ് ഇത്ര ഒന്ന് ഒതുങ്ങണത്. അങ്ങനെ ലാബിലെത്തിയിട്ട് പിന്നെ അവിടുത്തെ കുറേ സ്റ്റാർട്ടിങ് കുറേ പരിപാടികൾ ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് അതിന് മുന്നേ ഞാൻ ഫുഡ് കൊണ്ടുപോയി വീട്ടിൽ വെച്ച് കഴിച്ചില്ല കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ജോലിക്കിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരുണ്ട് കേട്ടോ. ഞാനും വേറെ കുട്ടിയുണ്ട്, അഞ്ജലി എന്ന പേര്. അപ്പം ഞങ്ങൾ 2 പേരുണ്ട് ലാബിൽ. അങ്ങനെ മാറി മാറി ടൈം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ അങ്ങനെ എത്തും. ഇന്ന് ഞാൻ രാവിലെ 8 മണിക്ക് കയറി. പിന്നെ നല്ല കുഞ്ഞിനെ മുടി വെട്ടാനായിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞേക്കും. അപ്പം എന്താണെന്ന് അറിയത്തില്ല, അവൻ ഇരിക്കുമെന്ന് അറിയില്ല. ബാർബർ ഷോപ്പിൽ കൊണ്ടുപോകാമെന്ന് വെച്ചിരിക്കുവാണ്. അപ്പോൾ ഏട്ടയൊക്കെ കൊണ്ടുപോകും. നമ്മളവിടെ വന്നേക്കണേ തിന്നാൻ കയറാനാണോ? ഒരു കേക്ക് വാങ്ങിച്ചിട്ട് അവസ്ഥ നോക്കി വേറിട്ട് കൊത്തി ഇളക്കി. നമ്മൾ ഇത് തിന്നിട്ട് എങ്ങോട്ടാ പോണേ? ആ എവിടെ പോണേ? മുട്ട അടിക്കാനില്ല, മുടി എന്നാ ചെയ്യണേ? സ്റ്റൈലാക്കും എന്ന് പറ. ഓ കിട്ടറല്ലേ വായിൽ. ആ കേക്ക് തിന്നേ. സൂപ്പറാണോ? അത് കറിക്കണം. മുട്ട അടിക്കില്ല.
വീട്ടിൽ വന്നു ഗൈസ്. ചുട്ടി വാ. ഹായ് ഹായ്. ഇത് കുറേ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അല്ലുവാവിൻ്റെ ആണെങ്കിൽ മുടി വെട്ടാനായിട്ട് മുടി വെട്ടണമെന്ന് പറഞ്ഞ് രാവിലെ കൊണ്ടുപോയതാണേ. പക്ഷെ അവിടെ ചെന്ന് കരഞ്ഞ് വിളിച്ചു മുടി വെട്ടായിട്ട് കൊണ്ടുവന്നു. എവിടെ പോവാ? ഇല്ല, ചിലതിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് മണം ഉണ്ടായിരുന്നു. അതായിരിക്കും, ഇത്രയും ഇല്ല. ആ മാറ്റിത്തരാം, പാൻറ് മാറ്റിത്തരാം. വാ കയറി വാ. അയ്യോ പറയും കേട്ടോ വന്നു. എന്തോ? ഓ മാറ്റണോ? മാറ്റാം. ബാ. അച്ഛൻ മുടി വെട്ടിയിട്ട് വന്ന്. ഹെൽമെറ്റ് മാറ്റ്. വെട്ടിയോ? അച്ഛന് മനസ്സിലാവും നോക്കട്ടെ. കൊള്ളാം, രസമുണ്ട്. ശരിക്കും വെച്ചത് ചീക്ക് വെക്കണം. ചായ കുച്ചോ? ആ ഉണ്ട്. ചായയാണത്. വാവ് സൂപ്പർ. ഒരുപാട് മുടി വെട്ടുവാണേ. അത് ചൊറിയാണ്ടിരിക്കാനാണ് തോർത്തിടാൻ പറഞ്ഞത്. പൊന്നെ തോർത്തിട്ടാ ചൊറിയൂല. ഒരു കിഡ്സിന്റെ ബാർബർ ഷോപ്പ് കഴിഞ്ഞില്ല നിൽക്കവിടെ. നമ്മൾ വിചാരിച്ച രീതിയിലൊന്നും ആയില്ല കേട്ടോ. എന്തായാലും ബാർബർ ഷോപ്പിൽ പോയിരുന്ന ഒട്ടും ആവില്ല. അവിടെ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സംഭവമൊക്കെ ആയിട്ട് കട്ട് ചെയ്തോളൂ. സൈഡ് മാത്രം ഇങ്ങനെ എടുത്തോളൂ കേട്ടോ. തീരെ താല്പര്യം ആയില്ല. പിന്നെ അവിടെയൊക്കെ ഇവിടെയൊക്കെ കുറച്ചൊക്കെ എന്തൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അവൻ അങ്ങനെയൊക്കെ ഇരുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ ഉള്ളതൊക്കെ വെച്ച് നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ തീരെ ഇഷ്ടപ്പെട്ടില്ല അവിടെ മുടി വെട്ടി. അതുകൊണ്ട് കമ്മിണ്ടൊന്നും ഇല്ലായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സന്ധ്യ ആയിട്ടാണ് കുളിച്ച് കഴിഞ്ഞത്. കാര്യം വന്ന് കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെൻ്റെ മേക്കപ്പ് റാക്കാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു റെഡിയായി. ഇന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനുണ്ട്. കുറച്ച് പ്രൊമോഷൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇന്ന് ഷൂട്ട് ചെയ്യാനുണ്ട്. അങ്ങനെ അതിനുവേണ്ടി ഇരിക്കാൻ പോവാണ്. അതിന് മുന്നേ ഏട്ടനും പോട്ടെ, ഏട്ടനെ ഏൽപ്പിക്കും കേട്ടോ. അപ്പോൾ ഇനി ഏട്ടൻ കുറച്ച് നേരം നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ പോകും. ഹലോ, ഇതെന്താ ഈ കളർ കൂടിപ്പോയി ഗൈസ്. എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാനും കുറേ വീഡിയോ ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ആകപ്പാടെ അലങ്കോലമായിട്ടിരിക്കുകയാണ് ഗൈസ്. ഇനി ഒതുക്കണം. അപ്പം ഞാൻ കഥ കുറ്റിയിട്ടിട്ട് പിള്ളേരൊക്കെ പുറത്താക്കിയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഇരുന്നത്. അല്ലെങ്കിൽ സമ്മതിക്കില്ല. ഒത്തിരി സമയം പെട്ടെന്ന് ചെയ്ത് തീർക്കുമ്പോൾ അവർ ഇന്നാലേ ശരിയാവത്തില്ല. അപ്പം ഞാൻ ചടപടിയെന്ന് പെട്ടെന്ന് ചെയ്യണമായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. എല്ലാ വീഡിയോയും കാര്യങ്ങളും കഴിഞ്ഞു. നമുക്കൊരു കൊറിയറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര നടുവേന ഇങ്ങനെ ഇരുന്നൊക്കെ. എനിക്ക് സ്റ്റാൻഡില്ല വെക്കാനായിട്ടേ. അപ്പോൾ ഞാനിങ്ങനെ തലേണയും പാവയുടെ പുറത്തൊക്കെയാണ് ഈ ഫോൺ വെച്ചതെന്നേ. അതുകൊണ്ട് സുഖമായില്ലെന്ന് തോന്നുന്നു. വീഡിയോ കണ്ട് നോക്കട്ടെ, എടുത്ത് വെച്ചേക്കും. അപ്പോൾ ഇനിയിപ്പോൾ സമയം 7:30. തെച്ചൂട്ടിയാണെങ്കിൽ ഉറക്കം തൂങ്ങിയിട്ട് രക്ഷയില്ല. കാരണം അവളിന്ന് ഉറങ്ങിയില്ല, അധികം നേരം ഉറങ്ങിയില്ല. കുറച്ചേ ഉറങ്ങിയിട്ടുള്ളൂ. പിന്നെ അല്ലുവാവ എന്നും ഉറങ്ങണ പോലെ തന്നെ 1.5-2 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ട്. തെച്ചൂട്ടി ഞാൻ 8 മണിക്ക് തന്നെ ഉറക്കണം. ഇപ്പം കുറച്ച് കഴിയുമ്പോൾ ഫുഡും കൊടുത്തിട്ട് അങ്ങ് ഉറക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം എന്തായാലും അത്രേ ഉള്ളൂ നമ്മുടെ എൻ്റെ ഒരു സൺഡേ ഇൻ മൈ ലൈഫ്. അയ്യോ, ഇനിയിപ്പോൾ എന്താ അവർക്ക് ഫുഡ് കൊടുക്കും. അപ്പം അതും കൂടെയൊക്കെ ഒന്ന് കുറച്ചിട്ട് കാണിച്ചു തരാം. കാരണം വീഡിയോ എനിക്കൂടെ അധികമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ചെറുതായിട്ടൊക്കെ എന്തൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഇനി അവർക്ക് ഫുഡ് കൊടുക്കാൻ പോട്ടെ. അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ചോറ് കഴിക്കുമ്പോൾ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞ് പോയതാണ് കേട്ടോ. പക്ഷെ മറന്നു വെച്ചാൽ പിന്നെ ഫോൺ എടുക്കാൻ പോലും നേരം കിട്ടില്ല. രണ്ടും ഫുഡ് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ബഹളമായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കുന്ന കാര്യം തന്നെ വിട്ടുപോയി. പിന്നെ വീഡിയോ എടുത്തത് ഇപ്പോൾ 10:30 രാത്രിയിൽ. ഇന്ന് എന്താണെന്ന് അറിയില്ല, പതിവില്ലാണ്ട് നേരത്തെ 2 പേരും ഉറങ്ങിയിട്ടാണ്. സാധാരണ 11 വരെ എങ്ങനെയെങ്കിലും ആവും ഉറങ്ങുമ്പോൾ. ഇന്ന് പക്ഷേ നേരത്തെ ഉറങ്ങി. ചെറിയൊരു പനിക്കോളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അതായിരിക്കാം മേ ബി ഉറങ്ങിയത്. അങ്ങനെ
ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എൻ്റെ ചുറ്റും നിന്ന് ഭയങ്കര ബഹളാട്ടോ. അതാണ് നിങ്ങൾ കേൾക്കുന്ന അലമുറയും കാർച്ചൊക്കെ. വേട്ടയ്ക്കുള്ള വെട്ടൊക്കെ വിരിച്ചിട്ടൊക്കെയാണ്. ഞങ്ങൾക്ക് 4 പേർക്കും കൂടി ബെഡിൽ കിടക്കാൻ പറ്റില്ലല്ലോ, അതാണ് കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഞായറാഴ്ച പോയത്. എന്നും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, ഭയങ്കര വ്യത്യാസമാണ്. ഭയങ്കര ജോലിയുള്ള സമയത്ത് വേറെ, അല്ലാത്തപ്പോൾ വേറെ. ഇന്നിപ്പോൾ ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഇങ്ങനെ പോയി. അതും ഫുള്ളൊന്നും എടുക്കാൻ പറ്റിയില്ല. ഓർമ്മ വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് എടുത്തു പോയി. പണ്ടത്തെ ഒരു ഫ്ലോയിലോട്ട് ഇനിയും വരാൻ സമയം എടുക്കും. കാര്യം ഇപ്പോൾ ജോലിക്കും പോകുന്നുണ്ട്, പിന്നെ കുറേ അല്ലാണ്ട് വീഡിയോ പ്രൊമോഷൻ വർക്ക്സൊക്കെ ചെയ്യുന്ന എല്ലാം കൂടി അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവാണ്. അതിനിടയ്ക്ക് പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് കാണുന്നവർ ലോങ് വീഡിയോ ഒക്കെ ഇടാനൊക്കെ ചോദിക്കും. പിന്നെ ഞാനിപ്പം എന്തെങ്കിലും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് ലോങ് വീഡിയോസ് ഇടുക. അപ്പോൾ അതുപോലെ തന്നെ ഇനിയും കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നമ്മുടെ ലൈഫിലുള്ള ഓരോ സന്തോഷമുള്ള ദിവസങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇനിയും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ആഴ്ച കാണാം.